എനിക്ക് കുറേ കാലമായി വിചാരിക്കുന്നു ഒരു വ്ളോഗ് എടുക്കണം, വ്ളോഗറാണെന്ന്. വ്ളോഗറായിട്ടില്ലായാലും വ്ളോഗ്സ് ഇട്ട് നോക്കാമല്ലോ. അപ്പം ഇന്ന് എൻ്റെ ഡേ 1 വ്ളോഗിങ് ആണ്. വ്ളോഗിങ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവുന്നുള്ളതൊന്നും അറിയില്ല, എനിക്ക് വല്ലാണ്ട് എഡിറ്റിങ്സ് സംഭവങ്ങളൊന്നും അറിയത്തില്ല. ബട്ട് ചെയ്ത് നോക്കാമല്ലോ, എനിക്കല്ലേ പഠിക്കുക. അപ്പം ഇന്നാണ് ഡേ 1 ഓഫ് വ്ളോഗിങ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. അപ്പം അമ്പലത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വണ്ടീൻ്റെ മുകളിലാണുള്ളത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. റോഡ് കുറച്ച് മോശമാണ്, അതിൻ്റെ നമ്മൾ പിന്നെ മാറ്റി വെക്കാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചുകൊണ്ടാണ് അതവിടെ നോട്ട് വിചാരിച്ചത്. അതേമാതിരി സാധാരണ വരെയുള്ളൂ റോഡുണ്ട്, ഇങ്ങനെ കേടുള്ളല്ലോ. ബാക്കിയൊക്കെ നല്ല റോഡാണ്. പിന്നെ ഈ റോഡ് ഈ പുതിയത് ഉണ്ടാക്കിയതാണെന്നുള്ളതുകൊണ്ട് ചെറിയൊരു പിടിച്ച് വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കറക്റ്റ്. ചില ടൈമിൽ ഇങ്ങനെ ഒരു നാക്കിൽ ഇങ്ങനെ എടുത്ത് പോകണം, അത് കിട്ടൂല. അബുവിൻ്റെ കല്യാണം ഫ്രണ്ട് ഉണ്ട്, എയർപോർട്ടിൽ വർക്ക് ചെയ്ത പറഞ്ഞിട്ട് അത് വിളിക്കാന്നാണ് പറഞ്ഞത്. അതുണ്ടാവും, ആശുപത്രിണ്ടാവും, പിന്നെ വന്ദന വല്ല കുറച്ച് പേരുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, അവിടെ പോയി നോക്കിയിട്ട് അറിയാം. എന്തായാലും മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത്. മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. അമ്പലം തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ റോഡ് വന്ന സ്ഥിതി നേരെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. എല്ലാവരും വണ്ടി വിളിച്ച് ഇപ്പുറത്ത് കൂടെ പോകണം. വണ്ടി ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടീൻ്റെ മുകളിൽ പോകുന്നത്. അല്ലാത്ത ദിവസം എന്ത് ചെയ്യണം, കൂടെയൊക്കെ നടന്നു പോകേണ്ടിയിരുന്നു. അപ്പം അവിടെ ഒരു ബ്രിഡ്ജ് വരും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ബ്രിഡ്ജ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവർക്കും സുഖമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. അവിടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അതാണ് അമ്പലത്തിലേക്ക് വിചാരിച്ചത്. ഇതാണ് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രശ്നം കിട്ടുക. അപ്പം വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ നമുക്കൊന്ന് പോയി നോക്കാം. അമ്പലത്തിലേക്കൊക്കെ വന്നിട്ട് കുറേ കാലമായി. അപ്പം കുറേ കാലത്തിന് ശേഷം വന്നതാണ്.
ഉത്സവവും സംഭവവും ഒക്കെയാണ്. ഉത്സവ സീസണാണല്ലോ, ഉത്സവമായിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലൊക്കെ അല്ലേ. ഇതിൽ മാത്രമൊന്നുമല്ല അമ്മ രാമായണം ചെയ്തു. അമ്മയ്ക്ക് പിന്നെ മിക്കവാറും അത് കാണാതെ അറിയാം. രാമായണവും ജ്ഞാനപ്പാരയും അക്ഷരശ്ലോകം 12 സംഖ്യവും ഇതൊക്കെ അമ്മ കാണാതെ അറിയില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അന്നദാനമാണ്. അന്നദാനം ഇരുന്നിട്ടുണ്ട്, കഴിച്ചുകൊടുക്കുകയാണ് അമ്മതാ. അപ്പം പായസമൊക്കെ ഉണ്ട്, കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുക. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്, അപ്പോൾ നോക്കാം. പോയി വന്നാലേ പിന്നെ ഇതിൻ്റെ പണിയായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ ഇനിയിപ്പോൾ ചെയ്ത് തീർക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം തൽക്കാലം ഞാനിപ്പം ഇവിടെ തൂക്കിയിടാൻ പോവുക. തൂക്കിയിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കിപ്പം ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിലേക്ക് അങ്ങോട്ട് നീങ്ങാൻ പരിപാടികളാണ്. അപ്പം ബാക്കി തൂക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തൂക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മാർക്കർ വെച്ചിട്ടുള്ളതാണ്. മാർക്കർ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചതാണ്, പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ മച്ചന്മാർസിനെ വിളിച്ചു നോക്കിയിരുന്നു. അപ്പം വർഷനാട്ടിനും ടീംസൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പം നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് യാത്ര തുടങ്ങാം. അപ്പോൾ ഗൈസ് അമ്മതാ സ്പ്രേ ഒക്കെ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു ബൂട്ടും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബൂട്ട് എടുത്തിട്ടു. ഇനി പോകാൻ ഇറങ്ങിയാണ്, വണ്ടിയിലോട്ട് കയറി. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. സ്റ്റേറ്റ് ഉണ്ട്. അപ്പം പാർട്ടി പരിപാടിക്കുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. കൂടെയാണ് എല്ലാവരും ഉണ്ട് ഇവിടെ. ചെക്കനും പെണ്ണും പുറത്താണ്. നമ്മൾ ടീംസൊക്കെ ഉണ്ട്. ചെക്കനും പെണ്ണാണ്. ഓ മസിൽ പിടിക്കണേ അവരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുക, അവിടെ നിന്ന് പോരുന്നില്ല. ഗൈസ് വൈഷാട്ടിലും സായരും ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ല. കുറേ നേരം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് എനിക്കാണ് എത്തുന്നത് പറഞ്ഞത്. ആളിപ്പോഴാണ് എത്തുന്നത്. അതാ രണ്ടാളും ഇപ്പോഴാണ് വരുന്നത്. പേടിക്കാതെ അത് വീഡിയോയിൽ കിട്ടിയില്ല. വീഡിയോ കിട്ടിയത് വീഡിയോ എടുത്തായിരുന്നോ? ഇനി പൊട്ടൂല കഴിഞ്ഞ്
വീഡിയോഗ്രാഫർ നന്ദന. അൽ ഫോട്ടോഗ്രാഫർ നന്ദന എന്നാ പറഞ്ഞത്. എവിടെ നീ വീഡിയോ അല്ല എടുത്ത് വെക്കുന്നത്, പിന്നെ എങ്ങനെ ഫോട്ടോ ഇട്ടുക? എവിടെയോ ഞാൻ വരണം വരെ കാത്തിരിക്കാം. അങ്ങനെ മനുഷ്യര് അഭിഷ ഓപ്പറേറ്ററാണ്. ഒന്ന് സൈഡിൽ നോക്കട്ടെ. നമ്മുടെ സാഹിർ എല്ലാരും ഉണ്ട്. എന്നതാ വയസ്സാട്ടെ നന്ദന, മഹിമ, ആഷിഖ്, ഇത് പ്രസാദ്, അഭിഷേക്, ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു ടീമാണ്. അർജുനുണ്ടെങ്കിൽ പറ്റുള്ളൂ. ആഷിഖുണ്ടെങ്കിൽ ഞാനുണ്ട്. ആഷിഖിന്റെ ഷിഫ്റ്റ് വരുന്ന സാധാരണ ചോദിച്ചു നോക്കാം, കിട്ടിയാലോ? എല്ലാം വീഡിയോ എടുത്ത് ക്യാപ്ചർ ചെയ്യാം. അതെ അതെ. ഇന്ന് പൈസയുടെ ഫോണൊക്കെ പൊട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. നല്ല ഡിസൈൻ, നല്ല അടിപൊളി ഡിസൈനായി കിട്ടിയിട്ടുണ്ട്. നന്നാക്കാൻ കഴിയും, പക്ഷേ പോയി പൊട്ടിയതാണ്. എന്റെ കല്യാണത്തിൽ എന്നിട്ട് ഞാൻ പാടിയ പാട്ട് പാടിയ പാട്ടോ ഇപ്പൊ നല്ല ഇട്ടെടുത്ത്. തുടങ്ങിയിട്ടുണ്ട്. ഇട്ടോ ഒക്കെ ഇട്ടോ. മധുര മുകളിലേക്ക് തന്നെയാണ് കയറുന്നത്. ഒരുമിച്ചിട്ടുണ്ടല്ലോ കൂട്ടത്തിൽ ഏറ്റവും തന്നെയാണ് ഏറ്റവും ചെറിയ കുട്ടീൻ്റെ കാര്യം കളിക്കുന്നത്. ടാറ്റ എല്ലാവർക്കും. എടാ ഗൂഗിൾ മാപ്പ് എങ്കിലും ഇട്ട് പോടേ. ബൈ. ഒരു ടീം അങ്ങനെ അങ്ങ് പോയി. ഇയാൾ നിൽക്കുന്നുണ്ട്. ബൈ ബൈ. ഓ ടാറ്റ.
ഇപ്പം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നത് ഷൂസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കഴിഞ്ഞിട്ടാണെങ്കിൽ നേരത്തെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക്. അവിടെ വരെ പരിപാടികളൊക്കെ ഉണ്ട്. അമ്പലത്തിൽ വെച്ചിട്ടല്ല, അമ്പലത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പം ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയി. ഹായ് നോട്ടാ, ഹായ് ഹായ് തരൂ, ഹായ് ഹായ് ഹായ്. അതാണ് ഹായ് തന്നാണ്ടില്ല ആന. ആനേനെ കാണാൻ വന്നതാണ്. ആനതാ ഹായ് ഒക്കെ തന്നിട്ടോ, ഹായ് ഒക്കെ തന്നു. നല്ല ആനയാണ്, അടിപൊളി ആനയാണ്. നാടകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് മനസ്സിലായി. ഇവിടുന്ന് വലിയ വ്യൂ ഇല്ല. നമ്മൾ ആനൻ്റെ അടുത്ത് വന്നോണ്ടാണ്. മറ്റവിടെ താനാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ മോർണിംഗ് കാണിച്ചു തന്നില്ല ലൈറ്റ്. ഇതൊക്കെയാണ് ലൈറ്റ്. ഗണപതി, വിഷ്ണു, സുബ്രഹ്മണ്യൻ 3 പേരെയാണ് ലൈറ്റ് ഷോ.魔界の空でピカピカ渋谷区までも心はプラ笑って走ってドッキドキルンちょっと変なパワー